ഇന്ന് എനിക്കൊരു 3 ടയർ കേക്കാണ് ചെയ്യേണ്ടായിരുന്നത്. വെഡ്ഡിംഗ് കേക്ക് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഈ 5 ഇയേഴ്സായിട്ട് ഞാൻ ബേക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്, ബട്ട് ഇടയ്ക്കൊക്കെ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒരു ഓഫീസ് ദൂരെ, എറണാകുളത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടും, അതേപോലെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത ടൈമിലൊക്കെ ഞാൻ ബ്രേക്ക് എടുത്തിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് 3 ടയർ കേക്ക് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഓർഡർ എനിക്ക് ഒരു 1 മന്ത് ബിഫോറേ വന്നിരുന്നു. എനിക്ക് അന്ന് തൊട്ടേ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് 3 ടയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ബട്ട് അത് കുറച്ച് ആദ്യമായിട്ട് വരുന്ന ഓർഡറിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഐ മീൻ പേടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അതൊരു വെന്യൂ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ബട്ട് 3 ടയർ ആയതുകൊണ്ടിട്ട് ഞാൻ ഓർത്ത് വെന്യൂ സെറ്റപ്പ് തന്നെ ആയിരിക്കും അതിന് ആപ്റ്റ്. കാരണം ഇതിന് പറ്റിയ ബോക്സ് ഒക്കെ ഭയങ്കര വലുതായിരിക്കണമല്ലോ. അതൊന്നും എനിക്ക് അവൈലബിൾ ഇവിടെ ഇല്ല. അതുകൊണ്ടിട്ട് ഞാൻ ഓർത്ത് നോക്കിയാൽ വെന്യൂ സെറ്റ് ചെയ്യാം. പിന്നെ അതൊരു എക്സ്പീരിയൻസും ആണല്ലോ. സോ എന്തായാലും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിരുന്നു ഹെൽപ്പിന് വേണ്ടിയിട്ട്. സോ ഇതിപ്പോൾ 3 ടയർ കേക്ക് ഫുൾ കേക്കല്ല, താഴെയും ഡമ്മിയാണ്, അതേപോലെ ഏറ്റവും ടോപ്പ് ലെയറും ഡമ്മിയാണ്, മിഡിൽ ലെയർ മാത്രമാണ് കേക്ക്. സോ എൻ്റെ അമ്മയ്ക്ക് ചോദിക്കേണ്ടത് എന്തിനാ അങ്ങനെ ചെയ്തേ, മുകളിലത്തെ ടയർ കേക്കാക്കിയാൽ മതിയല്ലോ, അപ്പോൾ അത് കട്ടാനല്ലേ ഒരു രസം എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മിഡിൽ ലെയർ കേക്കാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താ പറയുക, കുറച്ച് കേജസ് കൂടുതലുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാലോ, കട്ട് ചെയ്ത് കഴിക്കാലോ ആഫ്റ്റർ ദിസ്. അപ്പോൾ ഞാൻ മേൾ ടോപ്പ് ടയറും ഞാൻ ഡമ്മിയാണ് സെലക്ട് ചെയ്തത്. താഴത്തെ ഡമ്മിയുടെ ഹൈറ്റ് വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ ഡയമീറ്റർ വരുന്നത് 8ഉം, മേളിത്തെ ഡമ്മിയും സെയിം 9 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. ഡയമീറ്റർ വരുന്നത് 4 ആണ്. ഓക്കെ, അങ്ങനെയാണ് എന്നോട് സെറ്റ് ചെയ്തത്. സോ കസ്റ്റമർ പറഞ്ഞ അതേ ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്തത്. അതിലൊരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷേ ഒരു ചെറിയ മാറ്റം വെച്ചെന്ന് പറഞ്ഞാൽ താഴെയും ഒക്കെ എല്ലാവർക്കും പേൾസ് ഞാൻ കൊടുത്തു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഉണ്ട ബോൾ നോക്കി, ഐ മീൻ ഉണ്ട സ്പ്രിങ്കിൾസ് നോക്കിയാണ് ഞാൻ മേടിച്ചിരുന്നത്. ഇതിലും വലിയതായിരുന്നു ഞാൻ നോക്കിയത്, പക്ഷേ അതെനിക്ക് അവിടെ കിട്ടിയില്ല. ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിരുന്നു, പക്ഷേ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ അതിലും മീഡിയം സൈസിൽ വരുന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. സോ അത് ഞാൻ താഴെ കൊടുത്തു, മിഡിൽ കൊടുത്തു, ടോപ്പിലും ഞാൻ അത് തന്നെ കൊടുത്തു. സോ വീട്ടിൽ നിന്ന് ഞാൻ ആക്ച്വലി റോസ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് ഡമ്മി ആയതുകൊണ്ടിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വേണം അത് ഉള്ളിൽ പിക്ക് ചെയ്ത് പ്രിക്ക് ചെയ്തിട്ട് ഉള്ളിൽ വെക്കാനായിട്ട്. സോ കേക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ആ സ്റ്റെമ്പോടെ തന്നെ സെലോ ടേപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ ഡമ്മിയിൽ. അപ്പോൾ ഞാനത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസിനെ അറ്റം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് പ്രിക്ക് ചെയ്ത് വെച്ചു റോസിൽ. എന്നിട്ട് ഞാൻ അത് സെലോ ടേപ്പ് വെച്ച് ടേപ്പ് ചെയ്തിട്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് റോസ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് ഞാൻ ബേബീസ് ഓഫ് ബർത്ത് ഞാൻ ചെയ്തിരുന്നത്. സോ കസ്റ്റമർ ഭയങ്കര നിർബന്ധമായിരുന്നു, അതായത് കസ്റ്റമർ പർട്ടിക്കുലർ ആയിരുന്നു ഇങ്ങനെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളത്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഉപകാരമായി. കാരണം ഞാൻ എൻ്റെ ഐഡിയയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ ഇഷ്ടപ്പെടില്ലയോ എന്നൊരു ടെൻഷൻ വരും. കസ്റ്റമർ റെഫറൻസ് വന്നിട്ട് ഞാൻ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ബേബീസ് ഓഫ് ബർത്തും ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. അപ്പോൾ ബേബീസ് ഓഫ് ബർത്ത് ഞാൻ ആക്ച്വലി നമ്മുടെ ബോൾഗാട്ടി ആയിരുന്നു ഹോൾ വന്നതിന് ശേഷമാണ് ഞാൻ ബേബീസ് ഓഫ് ബർത്ത് എല്ലാം കൂടെയിട്ട് ടേപ്പ് ചെയ്ത് വെച്ചത്. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നില്ല. അന്ന് രാവിലെ തന്നെ 18 രാവിലെ എനിക്ക് 1 kg കേക്കും കൊടുക്കാനുണ്ടായിരുന്നു. സോ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ബോൾഗാട്ടി വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ടെൻസ്ഡ് ആയിരുന്നു, കാരണം ലേറ്റ് ആയിരുന്നു ഓർത്തിട്ട്. പക്ഷേ ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഇവന്റ് മാനേജ്മെന്റ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ടേബിൾ എവിടെ നിന്ന് കിട്ടും എനിക്ക് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെതായ ടേബിളും അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഗ്രാഹകർക്കും എല്ലാം ഭയങ്കര ഫീസിബിൾ ആയിരുന്നു ചെയ്യാനായിട്ട്. സോ റോസസ് ആക്ച്വലി കസ്റ്റമർ പിക്ചറിൽ 2 റോസസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് 3 റോസസും കൂടെ വേണമെന്ന് തോന്നി, അതിലാണ് ഒരു ഭംഗി എന്ന് തോന്നി. കാരണം ഞാൻ 9 റോസസ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടു. 2 വെച്ച് നോക്കാം, ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ 3 വെക്കാൻ. പക്ഷേ എനിക്ക് തോന്നി 3 വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും. ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ ഇത്, മീൻസ് നമുക്ക് കിട്ടും ആർട്ടിഫിഷ്യൽ. പക്ഷേ ഞാൻ ചൂസ് ചെയ്തത് ഫ്രഷ് ഫ്ലവർ ആണ്, കുറച്ചുകൂടെ രസം അതിനായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ യൂസ് ചെയ്തത്. സോ താഴെയും മിഡിലും ടോപ്പിലും 3 റോസസ് വെച്ചിട്ടാണ് ഞാൻ വെച്ചത്. റോസസും ഞാൻ പ്രിക്ക് ചെയ്ത് വെച്ചു, അതേപോലെ ബേബീസ് ഓഫ് ബർത്തും ഞാൻ പ്രിക്ക് ചെയ്ത് വെച്ചു. സോ ഞാൻ ഇതിൽ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയറിൽ നമ്മുടെ ഡമ്മി മീൻ്റെ ടോപ്പിൽ ഞാൻ ഫ്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് മറ്റേ എന്താ പറയുക പെട്ടെന്ന് ഇറക്കി വെക്കാം, സെക്കൻഡ് ടയറിലേക്ക് പെട്ടെന്ന് ഇറക്കി വെക്കാം. പക്ഷേ ഡമ്മി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറക്കി വെക്കാൻ പറ്റില്ല, നമ്മൾ പ്രഷർ ടോപ്പിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ടോപ്പിൽ ക്രീം നമ്മൾ ഫ്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൈകൊണ്ട് അത് പുഷ് ചെയ്ത് പ്രഷറൈസ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ടോപ്പ് ലെയറിൽ ഏറ്റവും ടോപ്പിൽ ചെറിയൊരു ഡമ്മി എന്ന രീതിയിൽ, ഐ മീൻ ഫ്രോസ് ചെയ്യാതെ ഡമ്മി കാണുന്ന രീതിയിൽ വെച്ചു. അപ്പോൾ എനിക്ക് പുഷ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് മുകളിൽ ഞാൻ ബേബീസ് ഓഫ് ബർത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ടോപ്പറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചാണ് ചെയ്തത്. അത് കസ്റ്റമൈസ്ഡ് ടോപ്പർ നമുക്ക് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ചെയ്തത്. സോ J&A എന്നുള്ളതും അതേപോലെ കസ്റ്റമർ അയച്ചു തന്ന സെയിം ഫോമാറ്റിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ പർട്ടിക്കുലർ ആയിരുന്നു, അതെനിക്ക് ഭയങ്കര ഫീസിബിൾ ആയി. ഓൾസോ നമ്മൾ കുറച്ച് പേൾസ് ഫുൾ കേക്കിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലിയ ബോൾസും കുട്ടി ബോൾസും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഫുൾ കേക്കിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ഒരു ഭംഗി എനിക്ക് വീഡിയോയിൽ മാത്രം അത് കിട്ടണമെന്ന് എനിക്കറിയില്ല. ബട്ട് ആ കേക്കിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നിയത് ആ ഒരു പേൾസും നമ്മുടെ ഷുഗർ ബോൾസും എല്ലാം കൂടെ വന്നപ്പോഴാണ് ഭംഗി ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നി. അത് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എനിക്കും അത് ഭയങ്കര എന്താ പറയുക, കണ്ടപ്പോഴത്തേക്കും അയ്യോ ഞാനത് ചെയ്തേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ആ ഒരു മൂടായിരുന്നു. പിന്നെ നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോപ്പർ വെച്ച് കൊടുത്തു. അത് കസ്റ്റമർ പറഞ്ഞിട്ടല്ല വെച്ചത്, ബട്ട് അത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നിയതുകൊണ്ടാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോപ്പർ കൂടെ വെച്ചത്. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. ലാസ്റ്റ് കേക്കിന് ആ ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സിൽവർ ഡസ്റ്റ് ആണ് കേട്ടോ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താ പറയുക, അത് വൈറ്റിൽ സിൽവർ കാണുമ്പോഴത്തേക്ക് പ്രത്യേക ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ കേക്കിന് ലൈറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിനെ തിളങ്ങി നിൽക്കും.